ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകപക്ഷീയമായ ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ട് FA കപ്പിലെ ഫൈനൽ കാണാതെ ഇത്തവണ ചെൽസി പുറത്തായിരുന്നു. ബെർണാർഡോ സിൽവയാണ് സിറ്റിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. സിറ്റി ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ചെൽസിയെ പരാജയപ്പെടുത്തി ഇത്തവണത്തെ FA കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചത്. ഈ ഒരു മത്സരശേഷം ബ്രസീൽ സൂപ്പർ താരം തിയാഗോ സിൽവ കളം വിട്ടത്, ചെൽസിയുടെ താരം കളം വിട്ടത് കരഞ്ഞുകൊണ്ടാണ്. കാരണം അദ്ദേഹം ഈ ഒരു സീസണിൽ കൂടിയാണ് ചെൽസിയുടെ കൂടെയുള്ളത്. ഈ ഒരു ജൂണോട് കൂടി അദ്ദേഹത്തിന്റെ ചെൽസിയുമായുള്ള കരാർ അവസാനിക്കുകയാണ്. അദ്ദേഹം പിന്നെ ചെൽസിയിൽ തുടരാനുള്ള സാധ്യതയില്ല. ചെൽസിക്ക് കൂടെ 4 സീസണുകളുമായി അദ്ദേഹം 8 ഗോളും 2 അസിസ്റ്റും ഉണ്ട്. UEFA ചാമ്പ്യൻസ് ലീഗ്, UEFA സൂപ്പർ കപ്പ്, ക്ലബ്ബ് വേൾഡ് കപ്പ്, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ അദ്ദേഹം ചെൽസിയുടെ കൂടെ നേടിയിട്ടുണ്ട്. PSG നിന്നാണ് അദ്ദേഹം ചെൽസിയിൽ എത്തിയത്. എന്തായാലും ഇത് അവസാന സീസണാണ് അദ്ദേഹത്തിന്റെ യൂറോപ്പിൽ നിന്നും ലഭിക്കാനുള്ള അല്ലെങ്കിൽ അവസാനമായി ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ട്രോഫിയാണ് ഇത്തവണ FA കപ്പ്. ഈ ഒരു പരാജയം അദ്ദേഹത്തെ സങ്കടത്തിലായിത്തീരുന്നു. എന്തായാലും ഈ ഒരു പരാജയത്തിന് ശേഷം അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് കളം വിട്ടത്. എന്തായാലും ബ്രസീലിലെ എക്കാലത്തെ മികച്ച ഡിഫൻഡർമാരിൽ ഒരായ തിയാഗോ സിൽവ ഈ ഒരു സീസണിൽ കൂടി ചെൽസിയുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇത് അവസാന സീസണാണ് അദ്ദേഹത്തിന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്വപ്നങ്ങൾ പിന്നെ ചെൽസിക്ക് ഇത്തവണ ഓൾറെഡി അവസാനിച്ചിരുന്നു. പൊച്ചറ്റീനോന്റെ കീഴിൽ അത്ര മികച്ച പ്രകടനമല്ല. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഈ ഒരു കിരീടം ഇത്തവണ ചെൽസിക്ക് ലഭിക്കില്ല. എന്നാലും യൂറോപ്പിൽ നിന്നും ഒരു അവസാന ട്രോഫിയുമായി അല്ലെങ്കിൽ ക്ലബ്ബ് വിടാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പിന്നെ തിയാഗോ സിൽവ. ആ ഒരു പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു. എന്തായാലും തിയാഗോ സിൽവ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. ചെൽസിയിൽ 8 ഗോളും 2 അസിസ്റ്റും നേടിയ താരമാണ്. ചെൽസിയുടെ കൂടെ അവസാന ഒരു സീസൺ കൂടിയാണിത്.